സുഭാഷിന്റെ അമ്മ അറിയുന്നു. അമ്മ എന്താ പറഞ്ഞേ? അമ്മ കുട്ടനെ പോയി കെട്ടിപ്പിടിച്ചു. അല്ല, അമ്മ ജിത പറഞ്ഞില്ല അല്ലേ? എനിക്ക് തോന്നുന്നത് സിജുവിന്റെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡല്ലേ ഇത്? പിന്നെ അമ്മ അല്ലേ, ഒരു അമ്മ കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞു. അമ്മ എന്താ പറഞ്ഞത്? അമ്മ ഒന്നും പറഞ്ഞില്ല, കെട്ടിപ്പിടിച്ച് കരയണേത്. നമുക്കൊന്നും പറയാൻ പറ്റി കാണത്തില്ല അല്ലേ? ഒന്നും പറയാൻ പറ്റില്ല, കുറെ നേരം കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അതിലുണ്ടായിരുന്ന എല്ലാം പറയാനുള്ള എല്ലാം. ഈ എനിക്കൊന്ന് പിന്നീട് സിജുവിന് രാഷ്ട്രപതിയുടെ അവാർഡ് കിട്ടിയില്ല. ഏത് പുരസ്കാരമായിരുന്നു? സർവോത്തം ധീരതയ്ക്കുള്ള അവാർഡ്. ധീരതയ്ക്കുള്ള സർവോത്തം ജീവരക്ഷാ പതക് അത് കിട്ടി. അത് ആ വർഷമായിരുന്നു. അവാർഡ് VS ആണോ? സഖാ VS ആണോ മുഖ്യമന്ത്രി സമ്മാനിച്ചു? എവിടെ വെച്ചായിരുന്നു? തിരുവനന്തപുരത്ത് സമ്മാനിച്ചു. എനിക്കൊന്ന് ഈ ടെലിവിഷനിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് നിങ്ങള് മഞ്ഞുമൽ ഏറ്റവും വലിയ VIP-കളായില്ലേ? എറണാകുളത്തൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി കാണുമല്ലോ. അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ലല്ലോ. ഇത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഭാഷയിൽ വൈറലായനെ. ഇപ്പോഴാണ് ഇറങ്ങി നടക്കാൻ പറ്റാത്തത്. ഇപ്പൊ ആര് കണ്ടാലും അറിയാം. ഇപ്പൊ ആണല്ലേ? പിന്നെ ഇപ്പൊ കുറച്ചുകൂടെ പ്രശ്നമായിട്ടുണ്ടല്ലേ? ഈ പരിപാടി ഇപ്പൊ ആൾ കണ്ടോണ്ടിരിക്കുക. ഇത് കഴിയുമ്പോൾ കുറച്ചുകൂടെ പ്രശ്നമാവും. ഓക്കെ, അപ്പൊ കുറച്ച് പ്രശ്നമാവട്ടെ. നമുക്ക് എന്തായാലും നമ്മൾ അവിടെ വരെ പോയിട്ട് നിരോധ മേഖലയൊക്കെ കടന്ന ആൾക്കാരല്ലേ അല്ലേ? അത് ബോർഡ് തമിഴിലായിരുന്നു എഴുതി വെച്ചത്. 13 പേര് മരിച്ചിട്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എല്ലാം തമിഴിലേ എഴുതി വെക്കുള്ളൂ. നമുക്ക് തമിഴ് വായിക്കാൻ അറിയില്ലല്ലോ. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ വേലിയൊക്കെ പൊളിഞ്ഞടക്കണാണ്. അവിടെ നിന്ന് പോയ ആൾക്കാർ ഇതൊക്കെ കണ്ട് തിരിച്ചും വരുന്നുണ്ട്. നമുക്ക് എന്തുകൊണ്ട് പോയിക്കൂടാ? ആ പ്രായത്തിൽ നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. അവർക്ക് പോകാമെങ്കിൽ നമുക്കും പോയിക്കൂടെ? അതാണ് അതിനുള്ള കാരണം. എപ്പോഴെങ്കിലും സുഭാഷ് അവിടെ പോകേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചിരുന്നോ? കാരണം ഇങ്ങനെ ഒരു വലിയൊരു അപകടത്തിൽ, കാരണം ഇത് നമുക്ക് മരണം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുമല്ലോ. അതിന് വലിയ അകലമൊന്നുമില്ലല്ലോ. കാലെന്ന് വഴുതിയാൽ മരണത്തിലേക്കാണൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ? എപ്പോഴെങ്കിലും ചിന്തിച്ചോ? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പോകേണ്ടിയിരുന്നില്ല അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പൊ സിജുവോ? ആലോചിക്കുമ്പോ അതൊരു സന്തോഷമായിട്ട് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്ര ഒരു ഇതൊക്കെ വന്നല്ല, അന്നത്തെ ഒരു ഇതില് ഭയങ്കര സങ്കടം. ഇതിനകത്ത് എനിക്ക് ഏറ്റവും സന്തോഷം അറിയാം, നിങ്ങളുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു ബലം ഉണ്ടല്ലോ, ഒരു കരുത്ത്. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ സ്വന്തം കാര്യം ചിന്താവാ, അവനവനിസം വളരെ കൂടിയൊരു കാലത്താണ്. ആ കാലത്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വന്തം ജീവിതം അപകടത്തിലാകാൻ 99% സാധ്യതയുണ്ട്. ഇതൊരു 1% ഭാഗ്യത്തിന്റെ അംശത്തിൽ ഇങ്ങോട്ട് മാറുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു വളരെ പോയാൽ ചിലപ്പോൾ നമ്മളും കൂടെ അങ്ങ് പോകുമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇറങ്ങാൻ ധൈര്യപ്പെടുക. അപ്പോൾ അതൊരു സുഹൃത്തിനെ ജീവനോടെ രക്ഷപ്പെടുത്തി ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. ഇങ്ങനെ ഒരു ഒറ്റ നിശ്ചയദാർഢ്യത്തിൽ ഇറങ്ങുന്ന ഒരു സൗഹൃദ സംഘം, ആ സംഘത്തിന്റെ ബലമാണ് നിങ്ങൾ ലോകത്തിന് കൊടുക്കുന്ന മെസ്സേജ്. കാര്യം മനുഷ്യൻ പണമൊക്കെ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള സ്വാർത്ഥ പരിപാടികളാണല്ലോ കൂടുതലും. ആ സമയത്താണ് നിങ്ങൾ വേറെ ലെവലില്. അപ്പൊ നിങ്ങൾക്ക് പകരം നിങ്ങളേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഈ അവാർഡ് വാങ്ങിക്കാൻ പോയത് തന്നെ ട്രാവലറിൽ 10-40 പേരാണ്. ആണോ? 40 പേര് അടുത്തുണ്ട്. ഞങ്ങളിപ്പോഴും ഇന്റർവ്യൂവിന് കുറെ പേര് വിളിക്കും. ഞങ്ങൾ പറയും ഞങ്ങൾ 11 പേരില്ലാതെ അല്ലെ 12 പേരില്ലാതെ ഞങ്ങൾ വരില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒരാൾ ഓരോരുത്തരുടെ 2 പേരും ബൈറ്റ്സ് മതി എന്നൊക്കെ പറഞ്ഞു വിളിക്കും. ഞങ്ങൾ ഇത്രയും പേരില്ലാതെ ഒരു സ്ഥലത്തും വരില്ല. അങ്ങനെ പറയാനല്ലേ? ഓക്കെ, നമ്മളോടും പറഞ്ഞു ഞാൻ കൊള്ളാമല്ലത്, പരിപാടി കൊള്ളാമല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് സുഭാഷിന് ഒരു ഭാഗ്യം ഉണ്ടായേനെ. കാര്യം ഈ മരിച്ച 13 പേരുടെ കൂടെ 14ാമതായിട്ട് നമ്പർ ഇട്ട് എഴുതാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവര് പറഞ്ഞുള്ള അറിവാണ് അങ്ങനെ എഴുതാൻ തുടങ്ങിയായിരുന്നു അവിടുത്തെ ഫയർഫോഴ്സ്. ഈ 14ാമത്തെ ആളായിട്ട് 13 പേര് മരിച്ചു എന്നാണല്ലോ ഒഫീഷ്യൽ കണക്ക്. 14 എഴുതി ഇതിട്ട് വെച്ചു. കുറച്ചുകൂടെ നോക്കിയിട്ട് എഴുതാന്ന് വിചാരിച്ചാണ്. ഓക്കെ, എന്തായാലും നിങ്ങളെ കരയെന്ന് വേണം നമുക്ക് ഉപയോഗിക്കാൻ. എന്തായാലും ഈ കുന്തത്തിൽ നിന്ന് പുറത്ത് കടന്നു കഴിഞ്ഞപ്പോൾ ഈ ഫയർഫോഴ്സുകാർക്ക് ഒരു സന്തോഷം വരുമല്ലോ. കാരണം അവരുടെ ഒരു ഓപ്പറേഷൻ അല്ലേ വിജയിച്ചത്. കാരണം അവരുടെ റോൾ ഉണ്ടല്ലോ അതിനകത്ത്. അപ്പൊ അവരെന്താ പറഞ്ഞത് നിങ്ങളോട്? തമിഴിലാണെങ്കിൽ പോലും അവരൊന്നും പറഞ്ഞാൽ എനിക്ക് ഓർമ്മൊന്നും കിട്ടണില്ല. അത് തന്നെ കേറി വന്നപ്പോ ആദ്യം തന്നെ ചോദിച്ചത് മറ്റേ സ്കെൽട്ടൻ കമലം കണ്ടാന്ന് ചോദിച്ചത്. ഇറങ്ങി പോണ സമയത്ത് അവിടെ താഴെ ഓഫർ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആദ്യം തന്നെ ചോദിച്ചതാണ് വല്ല സ്കെൽട്ടനൊക്കെ കണ്ടാന്ന് വെച്ച് ഇറങ്ങി ചെന്നപ്പോ ഞാനൊന്നും കണ്ടില്ല. അതല്ല, പിന്നെയും കുറച്ചുകൂടെ താഴ്ചയില്ലേ? പിന്നെ കുറച്ചല്ല, ഒരുപാട് താഴ്ചയുണ്ട്. പിന്നെ അതുകൊണ്ട് നമുക്ക് പോയാലും അങ്ങ് താഴെ പോയി കാണും അല്ലേ? സാറേ ഈ പോയേക്കണ 13 പേര് പോയെന്ന് പറഞ്ഞില്ല. പക്ഷെ ആരും ഈ പറഞ്ഞ കുഴിയിൽ ഒറ്റയടിക്ക് പോയി ചിലപ്പോ മരിച്ചിട്ടുണ്ടാവൂല സാറേ. ആ ഒരു ഇറങ്ങാൻ ആളില്ലാണ്ട് ചിലപ്പോ കുറച്ചേരം ബോധമില്ലാണ്ട് കിടന്ന് ചിലപ്പോ കുറെ കഴിഞ്ഞപ്പോ ബോധം വന്നിട്ടുണ്ടാവും. ചിലപ്പോ അവർക്ക് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോ ബോധം വന്നിട്ടുണ്ടാവും. പക്ഷെ അനുഭവിച്ചായിരിക്കും മരിച്ചിട്ടുണ്ടാവുന്നത്. കാരണം ആ കുഴിയുടെ സ്ട്രക്ചർ അനുസരിച്ച് പോണവരാരും പെട്ടെന്ന് മരിക്കൂല സാറേ. അത്ര തലയിടിക്കൂല നമുക്ക്. ആ സ്ലിപ്പിങ്ങിന് അങ്ങനെ ഒരു ഒഴുക്കിലാണ് ആയിരിക്കും പോണത്. അപ്പൊ കുറെ നാൾ കൊണ്ട് നരകിച്ചായിരിക്കും മരിച്ചേക്കണത് പോയേക്കണവരല്ല. ശബ്ദം പുറത്തോട്ട് വരത്തൂല്ല, ചിലപ്പോ വന്നിട്ടുണ്ടാവില്ല. അതായിരിക്കും സാറേ. ആരുടെയും ബോധം പോവും. പിന്നെ ബോധം വരുമ്പോ കൂട്ടുകാരൊക്കെ ഇതുപോലെ നാട്ടുകാർ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. വച്ചിരുത്താ പിന്നെ ആര് കേൾക്കാൻ? എന്റെ കൂട്ടുകാർ പോകാത്ത കാരണം കൊണ്ട് എന്റെ ശബ്ദം കേട്ടു. അല്ലെ, മാത്രമല്ല എനിക്ക് തോന്നുന്നു അവര് എത്ര സമയം അവിടെ നിൽക്കും.
അതെ സാർ. കുറച്ച് കഴിയുമ്പോൾ ഇതുപോലെ അവർ ഓടിച്ചു വിടുമല്ലോ അവര്. കാരണം ഇത് നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാൻ പറയും. പിരിഞ്ഞു പോയി കഴിയുമ്പോൾ ഇയാൾ വെള്ളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് ചിലപ്പോൾ. അപ്പൊ നിങ്ങൾക്ക് സർക്കാർ ജോലി ഓഫർ ചെയ്തു അന്ന്? ജോലി ഓഫർ ചെയ്തായിരുന്നു, പക്ഷേ ഇതുവരെയായിട്ട് ഒന്നും നടന്നിട്ടില്ല. അന്ന് ഓഫർ ചെയ്താണോ? ഗവൺമെന്റ് ആയിരുന്നു ഓഫർ ചെയ്തത്. ഓഫർ ചെയ്തായിരുന്നു, പക്ഷേ ഇതുവരെയായിട്ട് ആർക്കാ ഓഫർ ചെയ്തത്? സുഭാഷാണോ? എനിക്കാണ് സിജുവിന് ഓഫർ ചെയ്തായിരുന്നു. അത് നടന്നില്ല, ഇതുവരെ നടന്നിട്ടില്ല ഒന്നും. അത് വളരെ മോശമായി പോയി. കാര്യം ജീവൻ രക്ഷാ പുരസ്കാരമൊക്കെ കൊടുത്തിട്ട് അതിന്റെ മേളിലൊരു ഭാരം വെച്ചൊരു ജോലിയും കൊടുത്തിട്ട് അത് കിട്ടിയില്ലെന്ന് ഞാൻ മോശമായി പോയി. സർക്കാർ ഒന്ന് ശ്രമിക്കുന്ന കൊള്ളാല്ലേ? കിട്ടിയാ കൊള്ളാം. ഇനിയിപ്പോ ജോലി ചെയ്യാനുള്ളൊരു മൂടുണ്ടോ ഇപ്പോ? പിന്നെ ജോലി എന്ത് ജോലിയായാലും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നത് സർക്കാരിലൊന്ന് നമുക്കൂടൊന്ന് പറയാം, ഇങ്ങനെ ഇവരോടൊരു അതിന് നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു രേഖാമൂലം? അവസാനം കുറെ നാള് ജോലി തരാന്ന് പറഞ്ഞത്. പിന്നെ അവസാനം നമുക്കൊരു ലെറ്റർ തന്ന് ഈ ഒരു വകുപ്പ് അനുസരിച്ച് ജോലി തരാൻ നിർവാഹമില്ല എന്നുള്ള ഒരു ലെറ്റർ കത്തടിച്ചു തന്നു. അത്രയും ഇതുണ്ടായിരുന്നുള്ളൂ. ആവേശത്തിൽ കയറി ആദ്യം പറഞ്ഞാൽ തോന്നുന്നു അല്ലേ? ഓക്കെ. ഇപ്പൊ എന്താ സിജു ചെയ്യുന്നത്? ഞാൻ സീബ്ലൂ ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് വൈപ്പിൽ ഒരു കമ്പനിയുണ്ട്. ഷിപ്പിന്റെ ബിൽഡിംഗും റിപ്പയർ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. സുഭാഷോ? എനിക്ക് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽ വർക്കാണ് ചെയ്യുന്നത്. അത്യാവശ്യം കാശൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണോ? കോമ്പറ്റീഷൻ ആണ് സാറേ. ടൂർ പോകാറുണ്ടോ? ടൂറ് പിന്നെ പോവാറുണ്ട്. ടൂറല്ലേ പോവാ. കൊടൈക്കനാലിൽ പിന്നെ പോയോ? സിനിമയുടെ പൂജ എടാ അന്ന് അവര് വണ്ടി വിട്ടു. ഈ മഞ്ഞുമൽ ബോയ്സിന്റെ പൂജ കൊടൈക്കനാൽ അവിടെ പോയി. അവിടെ അവര് വണ്ടിയൊക്കെ വിട്ടു വന്നു കാര്യങ്ങൾ. അപ്പൊ നമ്മള് 17 വർഷങ്ങൾക്ക് ശേഷം കൊടൈക്കനാൽ പിന്നെയും പോയി. നിങ്ങൾ എല്ലാരും പോയോ? എല്ലാരും പോയാ. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? സുഭാഷാണല്ലോ ഏറ്റവും ഫീൽ ചെയ്യുന്ന ആ സ്ഥലം. അപ്പൊ അങ്ങനെ വരാൻ പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ നിർബന്ധിച്ച് കൊണ്ടുപോയി ആ സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്ത് ആ പേടിയെല്ലാം അവിടെ കളഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആണല്ലേ? പേടിയൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ടാണ്. ഇപ്പൊ പേടിയില്ല. ഇപ്പൊ പേടിയില്ല. ഓക്കെ.